عليم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വിധികർത്താക്കളെ, ഈ സിബാക്കിന്റെ മനോഹരവും പ്രൗഢഗംഭീരവുമായ വേദി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, പിശാചിന്റെ ഏറ്റവും വലിയ സ്വഭാവമാകുന്നു അള്ളാഹുവിനെയും അവൻ നൽകിയ അനുഗ്രഹങ്ങളെയും നിഷേധിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുക എന്നുള്ളത്. ധൂർത്തും ദുർവ്യായവും ചെയ്യുന്നവൻ സത്യത്തിൽ അത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അള്ളാഹു നൽകിയ അനുഗ്രഹം ഒഴിവാക്കുക, നിഷേധിക്കുകയാണല്ലോ മനുഷ്യൻ ധൂർത്തിലൂടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ് ഖീല വകാൽ വഇളാഅത്തുൽ മാൽ വകസ്റത്തുസ് സുആൽ. അടിസ്ഥാനരഹിതമായ സംസാരം സംസാരിക്കുന്നതും ധനം വെറുതെ പാഴാക്കി കളയുന്നതും അമിതവും അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കപ്പെട്ട 3 കാര്യങ്ങളാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്തിട്ടല്ലാതെ നാളെ പരലോകത്ത് നിന്ന് ഒരടിമക്കും രക്ഷയില്ല. ഏതാണ് ആ 4 ചോദ്യങ്ങൾ? തന്റെ ആയുസ് എന്തിലാണ് വിനിയോഗിച്ചത്? തന്റെ പ്രവർത്തനങ്ങൾ, തന്റെ അറിവ് കൊണ്ട് എന്താണ് പ്രവർത്തിച്ചതോ? തന്റെ സമ്പത്ത് എവിടുന്നാണ് സമ്പാദിച്ചതും എന്തിലാണത് ചിലവഴിച്ചതും? തന്റെ ശരീരം എന്തിലാണ് ഉപയോഗിച്ചതെന്ന 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടല്ലാതെ ഒരടിമയും പരലോകത്ത് നിന്ന് കടന്നു പോവുകയില്ല. പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് നൽകിയ ധാരാളം സമ്പത്ത് അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും അതുവഴി നാളെ എന്ത് നേടാമെന്നും അറിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ ധൂർത്തിൽ അകപ്പെട്ടു പോകുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ സമ്പത്ത് എനിക്ക് എത്ര നല്ലതാണ്, അതുകൊണ്ട് ഞാൻ എന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുകയും എന്റെ റബ്ബിന്റെ തൃപ്തി ഞാൻ നേടുകയും ചെയ്യുന്നെന്ന് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. നിഅമൽ മാലുസ് സാലിഹു ലിറജിലിസ് സാലിഹ്. ഒരു സാലിഹായ മനുഷ്യന് നല്ല ധനം എത്ര നല്ലതാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫ് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ധാരാളം സമ്പത്ത് ലഭിച്ചവർ അത് അളവനുസരിച്ച് ഉപയോഗിക്കാനും ചെലവഴിക്കാനും പഠിക്കണം. അതിലാണ് ബർക്കത്തുള്ളത്. നാഥൻ ആ ബർക്കത്തെടുക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.